അന്നത്തെ ദിവസം വമ്പിച്ച നാശം നിഷേധികൾക്കായിരിക്കും. നിങ്ങൾ അല്പകാലം തിന്നുകയും സുഖിക്കുകയും ചെയ്തു കൊള്ളുക. നിശ്ചയമായും നിങ്ങൾ കുറ്റവാളികൾ തന്നെയാണ്. അതാരോടാണ്, എവിടെയാണ്, എവിടുത്തെ കാര്യമാണ് ഒന്നും അറിയില്ല. നിങ്ങൾ അല്പകാലം തിന്നുകയും സുഖിക്കുകയും ചെയ്തു കൊള്ളുക. നിശ്ചയമായും നിങ്ങൾ കുറ്റവാളികൾ തന്നെയാണ്. ഇതുവരെ മറ്റൊരു കാര്യം പറഞ്ഞിട്ട് പെട്ടെന്ന് അപ്പുറത്തേക്ക് ചാടിയിട്ട് വീണ്ടും പറയുകയാണ്, നിങ്ങൾ അല്പകാലം തിന്നുകയും സുഖിക്കുകയും ചെയ്തു കൊള്ളുക. നിശ്ചയമായും നിങ്ങൾ കുറ്റവാളികൾ തന്നെയാണ്. അത് ഇവിടുത്തെ കാര്യമാണെന്നാണ് തഫ്സീറുകളിൽ പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് കുറച്ച് തിന്നാനോ കുടിക്കാനൊക്കെ കിട്ടും. ഇപ്പോൾ നമുക്കൊക്കെ കുറച്ചൊക്കെ തിന്നാനും കുടിക്കാനൊക്കെ കിട്ടുന്നുണ്ടല്ലോ. അത് കുറച്ച് കാലങ്ങൾ അങ്ങനെ തിന്നും കുടിക്കുകയൊക്കെ ചെയ്തോളി. പക്ഷേ നിങ്ങൾ ക്രിമിനലുകളാണ് എന്നാണ് പറയുന്നത്. ഇത് ഈ പൊട്ടക്കഥകൾ വിശ്വസിക്കാത്തവരെ മുഴുവൻ ക്രിമിനൽ കുറ്റവാളികളാണ് എന്നാണ് പറയുന്നത്. വേറെ ക്രിമിനൽ കുറ്റം ചെയ്തവരെ കുറിച്ചൊന്നല്ല പറയുന്നത്. ഇത് വിശ്വസിക്കാത്തവരെയാണ് ക്രിമിനലുകൾ എന്നിവിടെ വിളിക്കുന്നത്. അതേ ദിവസം വമ്പിച്ച നാശം നിഷേധികൾക്കാകുന്നു. നിങ്ങൾ നമസ്കരിക്കുക എന്നവരോട് പറയപ്പെട്ടാൽ അവർ നമസ്കരിക്കുകയില്ല. അപ്പോൾ ഏറ്റവും വലിയ ക്രിമിനൽ കുറ്റം എന്താണ്? നിസ്കരിക്കാൻ പറഞ്ഞാൽ അവർ നിസ്കരിക്കുകയില്ല. അപ്പോൾ നിസ്കരിക്കാത്തവർക്കും ഈ പൊട്ടക്കഥകൾ വിശ്വസിക്കാത്തവർക്കുമാണ് വമ്പിച്ച നാശം.